ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗൗണാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ നൈറ്റിക്ക് 3 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിത് ക്രേപ്പ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രേപ്പിൻ്റെ റേറ്റ് ആയതുകൊണ്ടാണ് ആ 180 എന്ന് പറഞ്ഞത്, 180 എന്ന് പറഞ്ഞിട്ടുള്ളത്. ആർക്ക് ഏത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റും. കുറഞ്ഞ സമയം മതി, നല്ല വൃത്തിയിൽ ഇടാൻ പറ്റുന്ന ഒരു ഗൗണാണ്. അതേപോലെ തന്നെ ഇനി ഇതിപ്പം 32 കേട്ടോ. മോളെ ചെസ്റ്റ് റൗണ്ട് ഒരു 34 വരെ ഉള്ള ആളുകൾക്കും ഇതേ 3 മീറ്റർ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. 34, 36 വരെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ കുറച്ചും കൂടി വലിയ ആളുകൾക്കാണെങ്കിൽ ക്ലോത്ത് 3.5 മീറ്ററൊക്കെ എടുക്കുമ്പോഴാണ് വൃത്തിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുള്ള നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മെറ്റീരിയലിൻ്റെ ഡിസൈനൊക്കെ ഡ്രസ്സിന് ഭംഗി കൂട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ക്രേപ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്കൊക്കെ കൊണ്ടുപോകാൻ നല്ല സൗകര്യമാണ്. ഇത് ഞാൻ മുക്കത്തുള്ള പരാഗിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മീറ്ററിന് 60 രൂപ, അങ്ങനെയാണ് 3 മീറ്റർ 180 രൂപ എന്ന് പറയുന്നത്. ഇപ്പം ഇത് നല്ലൊരു ലാവൻഡറിൽ വൈറ്റ് ഡിസൈൻ വന്നതുകൊണ്ട് നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് ക്ലോത്തിന്. വൈറ്റ് ഷോളും റോൾ ചെയ്തതാണ്. ഇതേപോലെ തന്നെ പല വെറൈറ്റീസ് ഇപ്പോൾ ക്രേപ്പിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പല പ്രിൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മെറ്റീരിയലിനെ 3 മീറ്റർ മെറ്റീരിയലാണല്ലോ, 3 മീറ്റർ മെറ്റീരിയലിനെ നീളത്തിൽ ഒന്ന് 4 മടക്കി വെച്ചിട്ടാണുള്ളത്. എന്നിട്ട് ഞാനിങ്ങനെ താഴെ പിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്ന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അടിയിലെ ലെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനാണ്. എന്നിട്ട് താഴെ നിന്ന് മേലോട്ടേക്ക് ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട്, ചോക്കൊണ്ട് വരച്ച് കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൽ കട്ട് ചെയ്യാം. അതായത് 44 ഇഞ്ച് വീതിയുടെ 10 ഇഞ്ച്. അപ്പോൾ എന്തായി, അങ്ങനെ കട്ട് ചെയ്തിട്ടാകുമ്പോൾ തുണി 34 ഇഞ്ച് വീതിയിലേക്കായി മാറും. പിന്നെ കുത്തിയിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് എല്ലാ ഭാഗവും ഒരേപോലെ കിട്ടുള്ളൂ. ചിലപ്പോൾ ഉള്ളിൽ 4 ലെയർ ആകുമ്പോൾ ഉള്ളിലത്തെ ലെയർ നീങ്ങിപ്പോയിട്ട് കഴിഞ്ഞിട്ടാകുമ്പം തയ്ച്ച് വരുമ്പം അതിൻ്റെ വൃത്തികേട് അറിയാനുണ്ടാവും. ഇനി ഈ നമ്മൾ മാറ്റി വയ്ക്കുക. ഈ 10 ഇഞ്ച് നമ്മൾ മാറ്റി വയ്ക്കുക. അതായത് 3 മീറ്റർ തുണിയുടെ മൊത്തം നീളത്തിൽ 10 ഇഞ്ചാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ആ ബാക്കിയുള്ള തുണീനെ നമ്മൾ എന്താക്കുക, നമ്മൾ മൊത്തം ഇറക്കത്തിൽ നിന്ന് 55 ഇഞ്ച് ഇറക്കം വേണമെങ്കിൽ അതിൽ നിന്ന് 10 ഇഞ്ച് മാറ്റിയിട്ടാകുമ്പോൾ 45 ഇഞ്ച് ഇറക്കം മതി അല്ലേ. 10 ഇഞ്ച് ഫുള്ള് നമുക്ക് കിട്ടില്ല. മേലെ വശം മടക്കി അടിക്കുമ്പോൾ 1/2 ഇഞ്ച് പോകും. അപ്പം ബാക്കിയുള്ള 45.5 ഇഞ്ച് വേണം. അത് കണക്കാക്കിയിട്ട് 2 മടക്കി കണക്കാക്കിയിട്ടുള്ള ബാക്കിയുള്ള ഭാഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അത് നമുക്ക് സ്ലീവിനും എടുക്കാം. അപ്പോൾ 45 എടുക്കുമ്പോൾ 3 മീറ്ററിൽ നിന്ന് 45 എടുക്കുമ്പോൾ ബാക്കി വരുന്ന ഭാഗത്തിൽ നിന്ന് എന്താക്കണം, കൈക്കെടുക്കുക അല്ലേ. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൂടി പറയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഭാഗത്തിൽ നിന്നാണ് എന്താക്കുന്നത്, നമ്മൾ മെഷർമെൻറ്റുകളൊക്കെ അടയാളപ്പെടുത്തുന്നത്. നെക്ക്, ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ് റൗണ്ട്, വേസ്റ്റ് റൗണ്ട്, ഇതൊക്കെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ തുണിക്ക് ഇപ്പോൾ വീതി ഉണ്ടാകുമ്പോൾ 44 ഇഞ്ച് ഉണ്ടാവില്ല. ക്രേപ്പിന് 42 ഉണ്ടാകും. അപ്പോൾ 32 ഇഞ്ചാണ് ഉണ്ടാവുക. അപ്പം ആ ഒരു കണക്കിൽ എടുക്കുക. അപ്പോൾ അത്രത്തോളം ചെസ്റ്റ് ഉള്ളവർക്ക് ഇത് കിട്ടും. 32നെ നേർ പകുതിയാക്കി മടക്കുമ്പോൾ നമുക്ക് ഒരു 16 ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലത് 40, 41 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ക്രേപ്പിൻ്റെത്. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ആ കൈക്ക് വെട്ടുന്ന ആ ഭാഗത്ത് നിന്ന് നമുക്ക് നെക്കിന് കൊടുക്കാനുള്ള പീസും കാര്യങ്ങളും കിട്ടും. നമ്മൾ മാറ്റി വെച്ച ചെറിയ പീസില്ല, അതിൽ നിന്ന് കയ്യും കിട്ടും. അപ്പോൾ നല്ല വണ്ണുള്ളവരെ തുണി കൂട്ടിയെടുക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. 3.5, 3.25 ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ. ഫുൾ സ്ലീവ് ആണെങ്കിൽ 3.25 തന്നെ എടുത്തോളി. 3/4 മീറ്റർ നമുക്ക് സ്ലീവിനും എടുക്കാം. ബാക്കി ബോഡി പാർട്ട് ഇതിന് വെക്കാം. ഇനി നമ്മളിതാ നെക്ക് കട്ട് ചെയ്തു. ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്, ചെസ്റ്റ്, വേസ്റ്റ്. അതിൽ വേസ്റ്റിൽ നമ്മൾ സാധാരണ നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തിയിട്ടാണല്ലോ, ഷേപ്പിനനുസരിച്ചിട്ടല്ലേ വേസ്റ്റ് അടയാളപ്പെടുത്തി. ഇത് അങ്ങനെ വേണ്ട, ചെസ്റ്റിൻ്റെ അതേ അളവിൽ തന്നെ കൊടുത്താൽ മതി. നമ്മൾ എലാസ്റ്റിക് ഇട്ട് ചുരുക്കുമല്ലോ. ഇനി കൈക്ക് ഞാൻ ഇതിന് നീളം എടുത്തിട്ടുള്ളത് 24 ഇഞ്ച് നീളവും വീതി 4 മടക്കിൽ 9 ഇഞ്ചുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. കൈക്കും താഴെ നമ്മൾ എലാസ്റ്റിക് കൊടുത്ത് ചുരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് താഴെ അതേ വീതിയിൽ കൊടുത്തിട്ടുള്ളത്. ഒക്കെ ക്ലിയർ ആവുന്നുണ്ടല്ലോ. എന്തെങ്കിലും സംശയമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി നെക്കിന് നമ്മൾ കട്ട് ചെയ്ത പീസ് നല്ല വശത്ത്, ഫ്രണ്ട് നെക്കിന് നല്ല വശത്ത് വെച്ച് തയ്ച്ച് തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചീത്ത വശത്തേക്ക് മറിച്ച് പതിച്ചടിക്കുക. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ പണി കഴിയും. ബാക്ക് നെക്കിനും അതേപോലെ നെക്കിൻ്റെ പീസ് വെച്ച് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല വശം
ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ട് തന്നെ ബിഗിനേഴ്സ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ എന്തായി, ബാക്ക് വശത്തെ നെക്കിന് കൊടുത്ത പീസ് നല്ല വശത്തിൻ്റെ മേലെ കൂടി വെച്ചിട്ട് തയ്ക്കുമ്പോഴാണ് നമ്മുടെ ഷോൾഡർ ജോയിനിങ് തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത വിധത്തിൽ ആയി വരുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ നല്ല വശം ചേർത്ത് വെക്കുക. എന്നിട്ട് ബാക്കിൻ്റെ ഈ പീസ് ഇതിലേക്ക് കയറ്റി വെച്ചിട്ട് പിൻ ചെയ്യുക. അങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ എന്താക്കുന്നത്, ബാക്ക് നെക്കിൻ്റെ വെച്ച് കൊടുത്ത പീസിന് പതിച്ചടിച്ച് കൊടുക്കുക. അത് എപ്പോഴും പലരും കൺഫ്യൂഷൻ ആവുന്നത്. പിന്നെ നമ്മളെപ്പോഴാണ് ഈ ബാക്ക് നെക്ക് പതിച്ചടിക്കുന്നതൊക്കെ കുറേ കമൻസിലൊക്കെ എന്നോട് ചോദിക്കുന്നതാണ്. നമ്മളെ വാട്സപ്പ് ക്ലാസ് പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടും അളവെടുക്കുന്നത് മുതൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒട്ടും അറിയാത്തവർക്കും താല്പര്യമുള്ളവർക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ സ്ലീവിൻ്റെ താഴെ ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ച് എന്നിട്ട് എലാസ്റ്റിക് കൊടുക്കുകയാണ് കേട്ടോ. എലാസ്റ്റിക് കൊടുക്കാൻ ഞാൻ അറ്റത്ത് നിന്നൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി ഇങ്ങനെ നിവർത്തി കഴിയുമ്പോൾ ഒരു 9 ഇഞ്ച് 4 മടക്കിൽ 9 ഇഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഉണ്ടാവും, 18 ഇഞ്ച് ഉണ്ടാവും. ആ 18 ഇഞ്ചിലേക്ക് ഈ 9 ഇഞ്ചാണ് ഞാൻ എലാസ്റ്റിക് നീളം എടുത്തിട്ടുള്ളത്. എലാസ്റ്റിക്കിൻ്റെ വീതി 4 ഇഞ്ച് വീതിയാണ് കേട്ടോ. 4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് 9 ഇഞ്ചാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ വരച്ച് കൊടുത്തില്ലേ, അറ്റത്ത് നിന്ന് 3 ഇഞ്ച് മാറിയിട്ട് 3 ഇഞ്ച് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. 3 ഇഞ്ചൊക്കെ ആകുമ്പോൾ ഒരു ഭംഗിയാണ്. 5 ഇഞ്ചിലും ചെയ്യാറുണ്ട്. എന്നിട്ട് ആ അറ്റത്ത് വെച്ച് നമ്മൾ ഈ എലാസ്റ്റിക് വെച്ച് തയ്ക്കുമ്പോൾ നല്ലോണം ഫസ്റ്റ് തുടക്കത്തിൻ്റെ അവിടെയും ലോക്കാക്കണം. എന്നിട്ട് വലിച്ച് പിടിച്ചിട്ട് തന്നെ ഈ അറ്റം വരെ എലാസ്റ്റിക്കിനെ കൊണ്ടുവരണം. ഈ അറ്റം വരെ കൊണ്ടുവന്ന് പിടിച്ചിട്ട് വേണം നമുക്ക് എന്താക്കാൻ, തയ്ക്കാൻ. അപ്പോൾ എലാസ്റ്റിക് ഇങ്ങനെ പിരിഞ്ഞ് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിച്ച് പിടിക്കുക. ആ ലൈൻ വരച്ച് കൊടുത്താൽ തെറ്റാതെ വരയ്ക്കുക. അതിനാണ് ലൈൻ വരയ്ക്കണം എന്ന് തന്നെ പറഞ്ഞത് കേട്ടോ. എന്നിട്ട് ഈ കൈയിൻ്റെ അറ്റത്ത് ചെയ്യുമ്പോൾ ഒറ്റ സ്റ്റിച്ച് മതി കേട്ടോ. നമ്മൾ വേസ്റ്റിൽ കൊടുക്കുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കാം. കൈയിൻ്റെ ഒറ്റ സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ എലാസ്റ്റിക്കിന് നടുവിലേക്ക് കൂടി വരണം. കണ്ടോ, നല്ല ചുളുക്ക് വന്ന് കിട്ടിയില്ലേ. ഇനി നമ്മൾ ഈ താഴേക്ക് കൊടുത്ത് ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഫ്രില്ലിനുള്ള പാർട്ടില്ലേ, ആ പാർട്ടിനെ നമ്മളെടുത്തിട്ട് അതിൻ്റെ മേലെ വശം, താഴെ വശം കരഭാഗമായതുകൊണ്ട് മടക്കി അടിക്കാനില്ല. അതിനാണ് അങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. തുണി അഡ്ജസ്റ്റ് ചെയ്യലും നടക്കും. എന്നിട്ട് ചെറുതാക്കി 4 ഇഞ്ചിലും ചെറുതാക്കിയാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നൂലിങ്ങോട്ട് പോരൂല എന്ന് മാത്രമല്ല നല്ല ഫിനിഷിങ് ഉണ്ടാവും. ഇനി നമ്മൾ അതവിടെ വെച്ചു കേട്ടോ. ഇനി നമ്മൾ ഈ ബോഡി പാർട്ടിൽ എലാസ്റ്റിക് കൊടുക്കണം. അപ്പം നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ഇങ്ങനെ തന്നെ ലൈൻ വരച്ച് കൊടുക്കുക. മുന്നിലും ബാക്കിലും വരച്ച് കൊടുക്കണേ. എന്നാലും 2 വശത്തും നമുക്ക് എന്താക്കണം, എലാസ്റ്റിക് കൊടുക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എലാസ്റ്റിക് കൊടുക്കുന്നത് ഡ്രസ്സായത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ചെസ്റ്റിൻ്റെ അതേ വീതി തന്നെയാണ് വേസ്റ്റിൻ്റെ അവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോഴേ എലാസ്റ്റിക് കൊടുക്കുമ്പോൾ തുണി ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് എലാസ്റ്റിക് ഇങ്ങനെ വെച്ച് തയ്ച്ച്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് താഴെ ഭാഗത്തൊരു സ്റ്റിച്ച് കൊടുത്ത് ഇനി ഇപ്പുറത്ത് മേലെ വശത്തൊരു സ്റ്റിച്ച് കൊടുക്കും. അപ്പോഴാണ് ഒരു എന്താ പറയുക, ഒരു ബലത്തിൽ അവിടെ നിൽക്കുക. കാരണം കുറച്ച് കൂടുതൽ ഏരിയ ഉണ്ടല്ലോ വേസ്റ്റിൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ. എന്നിട്ട് ബാക്കിലും മുന്നിലും അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ കൈക്ക് നടുവിലേക്ക് കൂടിയാണ് എലാസ്റ്റിക്കിൻ്റെ സ്റ്റിച്ച് ചെയ്തത്. ഇതിൻ്റെ അങ്ങനെയല്ല, 2 അറ്റത്തുമായിട്ടാണ് കൊടുക്കുന്നത്, സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചുരുങ്ങി വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. എപ്പോഴും നമ്മൾ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. അതിൻ്റെ ഡിസൈനിങ്, പിന്നെ അതിൻ്റെ കളർ അട്രാക്ഷന് എല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് റേറ്റ് കൂടുതലോ കുറവോ എന്നുള്ളതിനേക്കാളും ഡ്രസ്സ് ഇടുമ്പോഴുള്ള ഭംഗിയിൽ നമ്മളെപ്പോഴും സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് വരും. ഇപ്പോൾ അത് ആ പണിയും കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് താഴെ ഫ്രില്ല് കൊടുക്കലാണ്. അപ്പോൾ ഫ്രില്ല് കൊടുക്കാൻ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ 2 സൈഡും ജോയിൻ ആക്കിയിട്ട് ആ ഫ്രില്ലിനെ മൊത്തത്തിൽ ജോയിൻ ആക്കി പ്ലീറ്റ്സ് ഇട്ടിട്ട് റൗണ്ട് ആക്കിയിട്ട് വേണേൽ സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ 3 മീറ്റർ താഴേക്ക് പ്ലീറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തില്ലേ, അതിനെ പകുതിയാക്കിയിട്ട് ഫ്രണ്ടിൽ വേറെയും ബാക്കിൽ വേറെയും താഴെ വശത്ത് തയ്ച്ചിട്ട് പിന്നെ 2 സൈഡും ഡ്രസ്സിൻ്റെ തയ്ക്കാം. ഇപ്പം ഞാൻ ചെയ്യണത് ഒരു സൈഡ് തയ്ക്കും. ഈ ഡ്രസ്സിൻ്റെ ഒരു സൈഡ് തയ്ച്ചിട്ട് ഈ 3 മീറ്റർ ക്ലോത്തിനെ ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള പ്ലീറ്റ് ആക്കി എടുത്തതിന് ശേഷം ഇവിടെ വെച്ച് തയ്ച്ചു കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ചെയ്യുന്ന പണിയാണ്, ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോയിലും. എനിക്ക് ഈ തയ്യൽ തുമ്പ് വൃത്തിയായിട്ടിരിക്കണം.
അപ്പോൾ അത് ഞാനൊന്ന് ഈ ഡ്രസ്സിൻ്റെ താഴെ ഭാഗം ചെറുതാക്കി മടക്കി അടിച്ച് ഇനി നമ്മൾ പിന്നെ പ്ലീറ്റ് കൊടുക്കാനുള്ളതിനും നമ്മൾ ഓൾറെഡി തയ്ച്ചല്ലോ ആ 10 ഇഞ്ചിൻ്റെ തുണീനെ. ഇനി ഇതിനെ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ആക്കി എടുക്കാം. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ആക്കി എടുക്കാൻ നല്ല നൈസാക്കിയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്താക്കുന്നത്, നീളത്തിൽ നമ്മൾ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നൂല് വലിക്കൂലേ, അങ്ങനെയാണ് ചെയ്യണത്. നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇത് 3.5 മീറ്റർ 4 മീറ്ററൊക്കെ ക്ലോത്ത് ഉണ്ടെങ്കിൽ കുറേം കൂടി ഈ പ്ലീറ്റിന് ഈ താഴത്തെ പാർട്ടിന് നമുക്ക് പ്ലീറ്റ് കിട്ടും. അപ്പോൾ സാരി കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ചെയ്യാം. മുന്നേയൊക്കെ ഞാൻ പിന്നെ സാരി കൊണ്ടുള്ള ഗൗണുകളൊക്കെ ചെയ്ത് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതേ ലോങ് സ്റ്റിച്ചാണ്, നീളത്തിൽ അങ്ങോട്ടേക്ക് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് നൂല് വലിക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് വലിക്കുന്നതായതുകൊണ്ട് നമുക്ക് താഴത്തെ, അതായത് ബോഡി പാർട്ടിൻ്റെ താഴത്തെ വീതി നമ്മൾ നോക്കുക. അതിനനുസരിച്ച് പിന്നെ ക്ലോത്തിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാനേ ഉള്ളൂ. പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ഗൗണാണിത് കേട്ടോ. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടി 1 മണിക്കൂറിൻ്റെ പണിയേ ഉള്ളൂ. പിന്നെ ആർക്കും ചെയ്യാവുന്നത്, അതായത് ബിഗിനേഴ്സിന് റേറ്റ് കുറവാണല്ലോ, തുണിക്ക് റേറ്റ് കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ ധൈര്യത്തിലെടുക്കുക. തയ്ച്ച് ഇതാക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും വല്ലാത്ത നഷ്ടം വരാത്തതുകൊണ്ടാണ് ക്രേപ്പ് ക്ലോത്തിൽ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി ഇതാ നമ്മൾ നൂല് വലിച്ച് ഇതാക്കാൻ പോവാണ്. ഇതിൽ നൂല് വലിക്കുന്നത് എങ്ങനെയാണെന്ന് പിന്നെയും ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള നൂലിനെ കുറച്ചധികം പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഇപ്പോൾ മേലെയും താഴെയും ഓരോ നൂല് വെച്ചിട്ടാണല്ലോ സ്റ്റിച്ച് വീഴുന്നത്. അതിൽ ഏതെങ്കിലും ഒരു നൂലിനെ പിടിക്കുക. എന്നിട്ട് തുണി ഇങ്ങനെ നൂല് കൈ കൊണ്ട് ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് തുണീനെ അങ്ങോട്ട് നീക്കി കൊടുക്കുക. അങ്ങനെ നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ 3 മീറ്ററുള്ള ക്ലോത്തിനെ നമ്മൾ ആ ഗൗണിൻ്റെ താഴെ ഭാഗത്ത് വീതി എത്ര വരുന്നുണ്ടെന്നറിയോ? പിന്നെ ഫ്രണ്ട് വശത്ത് 31 32 ഉണ്ടാവും, ബാക്ക് വശത്തും അതേപോലെ. അപ്പം 1.5 മീറ്റർ ആയിട്ട് വരും. നമ്മളെ ഈ പിന്നെ ഫ്രില്ലിന് വേണ്ടി നമ്മൾ എടുത്തതോ മൊത്തം 3 മീറ്റർ ഉണ്ട്. അപ്പോൾ പകുതി ആക്കിയിട്ട് നമ്മളിതിനെ ഫ്രില്ലിട്ട് ചുരുക്കുക. അപ്പോൾ കൈകൊണ്ട് ഫ്രില്ലിടുമ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ കുഞ്ഞാക്കിയിട്ടേ ഇടാവും. കുഞ്ഞാക്കുന്ന ഉള്ളിലേക്ക് കുറച്ച് ക്ലോത്തേ പോകാവൂ. ഫ്രില്ല് നമ്മൾ പട്ടുപാവാടക്കൊക്കെ ഇടുമ്പോൾ ഉള്ളിലേക്ക് 1 ഇഞ്ചും 1.5 ഇഞ്ചൊക്കെ കൊടുക്കുമല്ലോ. ഇത് അത്രയൊന്നും കൊടുക്കരുത്. ഇങ്ങനത്തെ പ്ലേറ്റ് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് വേണേൽ നമുക്ക് പിന്നെ സാധാരണ മടക്കി തയ്ക്കുന്നത് പോലെ സാധാരണ വെച്ച് തയ്ക്കുന്നത് പോലെ തന്നെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകുന്ന വിധത്തിൽ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പം മേലെ വശം മടക്കി തയ്ച്ചിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു സ്റ്റൈൽ തന്നെ വിചാരിച്ചത് കൊണ്ട് ഇങ്ങനെ മേലേക്ക്, അതായത് ഈ ഫ്രില്ലിൻ്റെ പാർട്ടില്ലേ, താഴേക്ക് കൊടുക്കുന്ന ഫ്രില്ലിൻ്റെ പാർട്ട് മറ്റതിൻ്റെ മേലെ വശത്ത് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അതെന്താവും, ആ തയ്യൽ തുമ്പ് ഇങ്ങനെ പുറത്തേക്ക് തെള്ളി നിൽക്കുന്ന രൂപത്തിലുണ്ടാവും. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു സൈഡ് കൂട്ടിയടിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് ആദ്യം തയ്ച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫ്രില്ലിൻ്റെ താഴെ വശം പിന്നെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് മടക്കി തയ്ക്കാനില്ല. കാരണം എന്താ, നമ്മൾ ഓൾറെഡി കരഭാഗമാണ് താഴെ ആയിട്ട് വരുന്ന വിധത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പണി ഞാൻ പറയാറുണ്ടല്ലോ, ഈ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഈ നൂലൊന്നും കാണൂല, നല്ല വൃത്തി ഉണ്ടാവും കാണാൻ. ഡ്രസ്സ് മറിച്ചിട്ടാലും ഭംഗിയാണ്. അല്ല ഈ നൂലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അലക്കുമ്പം ഏതെങ്കിലും ഒരു ബ്ലൗസിൻ്റെ ഹുക്ക് ഉണ്ടെങ്കിൽ അതുമ്പോൾ കൊളുത്തി ഇങ്ങനെ വലിയും. അതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് ചെയ്യാൻ 2 അറ്റവും ചെറുതാക്കി മടക്കി 4 ഇഞ്ചിൽ മടക്കി ഉൾവശത്തേക്ക് തന്നെ മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കുക. വേണ്ടാ ഇങ്ങനെ ഉള്ളിലേക്ക് പോയി ഇതും ഉള്ളിലേക്കായി. എന്നിട്ട് അങ്ങനെ അറ്റം വരെ താഴെ വരെ അങ്ങനെ തയ്ച്ച് പോയാൽ മതി. നല്ല വൃത്തിയായി. ഡ്രസ്സ് കാണുമ്പം തന്നെ നമുക്കൊരു തൃപ്തിയാണ്. ചിലർക്ക് അത് പ്രശ്നമില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ തയ്ക്കാൻ ഷോപ്പിലൊക്കെ കൊടുക്കുമ്പോൾ അവർ ഇങ്ങനത്തെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ ലോക്ക് ചെയ്യുന്നത്, ഓവർലോക്ക് ചെയ്യുന്നില്ലേ. ഇപ്പോൾ 2 സൈഡും നമുക്ക് ഓവർലോക്കിൻ്റെ മെഷീൻ ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ പർപ്പസ്, നമ്മളെ കാര്യം നടക്കുന്നുണ്ട്. ഇപ്പോൾ 2 സൈഡും സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു, അടിപൊളിയായിട്ടുണ്ട്. ഇത് കോട്ടൺ, നമുക്ക് കുറേ ആളുകൾ പറയാറുണ്ട് പിന്നെ
പർദ്ദ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് അങ്ങനെ ചോദിച്ചവർക്കും കൂടി ഇത് ഉപകാരപ്പെടും. കോട്ടൺ മെറ്റീരിയൽ എടുക്കുക, എന്നിട്ട് ഇതേപോലെ തയ്ക്കുക, പർദ്ദക്ക് പകരം ഉപയോഗിക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് കോട്ടൺ ഡ്രസ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റില്ല, അത്രയും ചൂടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം തന്നെ സഹിക്കാനാവുന്നില്ല ഉച്ച സമയത്തൊക്കെ. അപ്പോൾ വീട്ടിലിടുന്നവർക്കും ഒരു വെറൈറ്റിയാണ്, നല്ലൊരു ഭംഗിയാണല്ലോ. എപ്പോഴും ഒരു സാധാ ടൈപ്പിലുള്ള നൈറ്റി ഇടണ്ടല്ലോ, ഇങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ. 3 മീറ്റർ ക്ലോത്ത് തന്നെ ഇതിനും മതി, കൈ ഫുള്ള് വേണ്ടല്ലോ. വീട്ടിൽ നൈറ്റിക്ക് ഹാഫ് സ്ലീവ് മതിയല്ലോ. അപ്പം 3 മീറ്റർ ക്ലോത്ത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചെയ്യാം. പക്ഷേ വണ്ണുള്ളവർ ഇത് പോരാട്ടോ ക്ലോത്ത്, കാരണം തുണിയുടെ 44 ഇഞ്ച് വീതി തന്നെ നമുക്ക് വണ്ണത്തിലേക്ക് വരുമ്പോൾ കൈക്ക് കിട്ടാതാവും, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കൈ ആം ഹോളിൻ്റെ കട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് ജോയിൻ ചെയ്തിട്ടൊക്കെ എടുക്കാം. എങ്ങനെയാണോ നിങ്ങളുടെ കപ്പാസിറ്റി സൗകര്യം ഒക്കെ അനുസരിച്ചിട്ട് ചെയ്യുക. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താനുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടാണ് വേണ്ടത്. മൊത്തത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ, കളറ് പല പല കളേഴ്സും കിട്ടാനുള്ളത് കൊണ്ട് നിങ്ങളെ സൗകര്യത്തിനും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ളതൊക്കെ എടുക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, അസ്സലാമു അലൈക്കും. വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ളവർ എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.